എല്ലാവർക്കും അസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇടവത്തിൽ ഈ നാളുകാർക്ക് വരാൻ പോകുന്നത് അപ്രതീക്ഷ ഭാഗ്യം. സമ്പൂർണ്ണ മാസഫലം. മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസവും വർദ്ധിക്കും. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും പ്രശംസ നേടുകയും സഹോദര സ്ഥാനീയർ മുഖേന കാര്യസാധ്യവും പരീക്ഷകളിൽ വിജയവും വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുകയും പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾ അനുഭവപ്പെട്ടേക്കാം. ഗൃഹാന്തരീക്ഷം സംതൃപ്തകരമായിരിക്കും. വാഹന സംബന്ധമായി ചെലവുകൾ വർദ്ധിക്കും. മാസമധ്യം കഴിഞ്ഞ് മനസ്സിന് വിഷമം നൽകുന്ന വാർത്തകൾ കേൾക്കാം. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. അന്യജന സഹായത്താൽ കാര്യവിജയം. തൊഴിൽ രഹിതർക്ക് താൽക്കാലിക ജോലി ലഭിക്കും. പഠനത്തിൽ അലസത. പൊതുപ്രവർത്തകർ അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിപ്പിക്കും. വിദേശ ജോലിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യമുണ്ടാകുമെങ്കിലും അവയെല്ലാം അതിജീവിക്കുകയും അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രമിക്കുക. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമത് ഭജനം നടത്തുക. ശനിയാഴ്ചകളിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി അവിൽ, പഴം ഇവ നിവേദിക്കുക. ക്ഷേത്രത്തിലിരുന്ന് ജപം നടത്തുക. ഇടവക്കൂർ കാലാവസ്ഥാജന്യ രോഗങ്ങൾ പിടിപെട്ടേക്കാം. ധനപരമായി അനുകൂല സമയമല്ല. കർമ്മരംഗത്ത് ഉന്നതി. സൗഹൃദങ്ങളിൽ ഉലച്ചിൽ. പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി വർദ്ധിക്കാം. പ്രവർത്തനങ്ങളിൽ അലസത തരണം ചെയ്ത് മുന്നേറേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കാം. സന്താന ഗുണമനുഭവിക്കും. കുടുംബ സൗഖ്യവർദ്ധന. ബിസിനസ്സിൽ പുരോഗതി. മാനസികമായ സംതൃപ്തി. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും. തൊഴിൽപരമായ യാത്രകൾ. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയവും കുടുംബ സൗഖ്യം. പരീക്ഷാ വിജയം. മാസത്തിൻ്റെ പകുതി പിന്നിടുമ്പോൾ വാതജന്യ രോഗങ്ങൾ മൂലം വിഷമിക്കും. ആരോഗ്യകാര്യത്തിൽ അധിക ശ്രദ്ധ പുലർത്തുക. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. മിഥുനക്കൂർ മകയിരം, തിരുവാതിര, പുണർദം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. മനസ്സിൻ്റെ സന്തോഷം തിരികെ കിട്ടും. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും. വരവിനേക്കാൾ ചെലവ് അധികമായിരിക്കുമെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കുന്ന കാലമാണ്. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുകയും ബിസിനസ്സിൽ മികവ് പുലർത്തുകയും മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂല നടപടികൾ, യാത്രകൾ വേണ്ടിവരും. ആരോഗ്യപരമായ വിഷമതകൾക്ക് ശമനമുണ്ടായേക്കാം. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസവും നൽകുന്ന സൂചനകൾ ഉണ്ടാകും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. ഭൂമി വിൽപ്പനയിൽ തീരുമാനം. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം. വിവാഹമാലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും. കഫജന്യ രോഗങ്ങൾ പിടിപെടും. സൗഹൃദങ്ങളിൽ ഉലച്ചിൽ തട്ടാതെ ശ്രദ്ധിക്കുക. പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ ക്ഷമിച്ചേക്കാം. സന്താന ഗുണം അനുഭവിക്കുകയും ബിസിനസ്സിൽ പുരോഗതി. മാനസികമായ സംതൃപ്തി കൈവരിക്കും. പ്രവർത്തനങ്ങളിൽ വിജയം. ദോഷശമനത്തിനായി ഗണപതി ഭജനം നടത്തുക. വെള്ളിയാഴ്ചകളിൽ ഗണപതിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തരജപം നടത്തുക. കർക്കിടകക്കൂർ പുണർദം, പൂയം, ആയില്യം. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും. തൊഴിൽപരമായ യാത്രകൾ. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം. കുടുംബ സൗഖ്യം. ബന്ധുജന സമാഗമം. ബന്ധുജന സഹായം ലഭിക്കും. മാനസിക സുഖവർദ്ധന. പ്രവർത്തനങ്ങളിൽ നേട്ടം. വാതജന്യ രോഗങ്ങൾ മൂലം വിഷമിക്കുകയും ആരോഗ്യകാര്യത്തിൽ അധിക ശ്രദ്ധ പുലർത്തുകയും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുകയും സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണച്ചെലവ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി. അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിയും.
പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം. പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാവും. മാസമാധ്യം കഴിഞ്ഞാൽ കൂടുതലായി യാത്രകൾ വേണ്ടിവരും. ഭക്ഷണസുഖം കുറയുകയും പല്ലുകൾക്ക് രോഗസാധ്യത. സുഹൃത്തുക്കളുമായി സംഗമം. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി. സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവം പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യത. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവനെ ഭജിക്കുക. നാളിൽ ശിവങ്കൽ ഭസ്മാഭിഷേകം നടത്തിക്കുക. ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തിച്ച് വെണ്ണ നിവേദ്യം നടത്തുക. ചിങ്ങക്കൂർ. മഖം, പൂരം, ഉത്രം. ബന്ധുക്കൾ തമ്മിൽ ഭിന്നത. സഞ്ചാരക്ലേശം വർദ്ധിക്കും. കടബാധ്യത കുറയ്ക്കാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ. ദാമ്പത്യ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ഭാഗ്യ പരീക്ഷണങ്ങളിൽ ധനനഷ്ടം. കർമ്മരംഗത്ത് എതിർപ്പുകൾ വന്നേക്കാം. അപവാദം കേൾക്കുവാൻ യോഗം. തൊഴിൽപരമായ അവസരം നഷ്ടപ്പെടും. യാത്രകൾ, സുഹൃത്ത് സഹായം എന്നിവ വർദ്ധിക്കും. സന്താനങ്ങളെക്കൊണ്ടുള്ള അനുഭവ ഗുണം വർദ്ധിക്കും. തൊഴിൽപരമായ അധിക യാത്രകൾ. രോഗദുരിതത്തിൽ ശമനം. പൂർവിക സ്വത്തിൻ്റെ ലാഭം. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി കാണുന്നു. സംസാരത്തിൽ അധിക ശ്രദ്ധ പുലർത്തുക. അടുത്ത സുഹൃത്തുക്കൾ വഴി ധനസഹായം. പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കും. കുടുംബ സുഹൃത്തുക്കളിൽ നിന്നുള്ള പെരുമാറ്റം വിഷമം സൃഷ്ടിക്കും. വിദേശ യാത്രാശ്രമം വിജയിക്കും. സൽക്കാര്യങ്ങൾക്കായി പണം മുടക്കേണ്ടി വരും. തൊഴിൽ രംഗത്ത് മികവോടെ മുന്നേറും. രോഗശമനമുണ്ടാകും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു ഭജനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല, വെണ്ണ ഇവ നൽകുക. നാളിൽ പാൽപ്പായസ നിവേദ്യത്തോടെ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തിക്കുക. കന്നിക്കൂർ. ഉത്രം, അത്തം, ചിത്തിര. അനാവശ്യ ചിന്തകൾ വർദ്ധിക്കും. അന്യരെ വാക്കുകൊണ്ട് വേദനിപ്പിക്കും. ജീവിത സുഖവർദ്ധനയ്ക്ക് ഭംഗം. സ്വന്തം കഴിവിനാൽ കാര്യങ്ങൾ സാധിക്കും. ദീർഘയാത്രകൾ വേണ്ടിവരും. ഗൃഹോപകരണങ്ങൾ വാങ്ങും. പിതൃസ്വത്ത് ലഭിക്കുകയോ പിതാവിൽ നിന്ന് അനുഭവ ഗുണമുണ്ടാവുകയോ ചെയ്യും. ദാമ്പത്യ ഭിന്നതകൾ ശമിക്കും. ആരോഗ്യ പുഷ്ടിയുണ്ടാകും. വാഹന സംബന്ധമായ പണച്ചെലവുണ്ടാകും. ഉത്തരവാദിത്തം വർദ്ധിക്കും. പല പ്രവർത്തികളും സമയബന്ധിതമായി ചെയ്തു തീർക്കാം. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് പലതരത്തിലുള്ള അരിഷ്ടതകൾ ഉണ്ടാവാം. സന്താനങ്ങളെക്കൊണ്ടുള്ള സന്തോഷം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം. മാനസികമായി നിലനിന്നിരുന്ന സംഘർഷം അയയും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചേക്കാം. സഹോദരങ്ങൾക്കായി പണച്ചെലവുണ്ടാകും. ഗുണവർദ്ധനയ്ക്കും ദോഷശമനത്തിനുമായി ധർമ്മശാസ്ത്ര ഭജനം നടത്തുക. ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുക. ശാസ്ത അഷ്ടോത്തര ജപം നടത്തുക. തുലാക്കൂർ. വ്യാപാര വിജയമുണ്ടാവും. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. മേലധികാരികളുടെ അപ്രീതി സമ്പാദിക്കും. അഭിമാനക്ഷതം സംഭവിക്കാതെ ശ്രദ്ധിക്കുക. ഉത്തമ സന്താനയോഗമുള്ള കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി. ഔദ്യോഗികപരമായ യാത്രകൾ വേണ്ടിവരും. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയിക്കാൻ സാധിക്കും. അന്യരുടെ സഹായം ലഭിക്കും. ബിസിനസ് നടത്തുന്നവർക്ക് വിജയം. ദേഹസുഖം വർദ്ധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ബന്ധങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും. കൂട്ടുകെട്ടുകൾ മൂലം ആപത്തിൽപ്പെട്ടേക്കാം. രോഗദുരിതങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി. ബന്ധുക്കൾ നിമിത്തം നേട്ടം. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും. കാർഷിക മേഖലയിൽ നിന്ന് നേട്ടം. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കും. അശ്രദ്ധ മൂലം ചെറിയ വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ദോഷശമനത്തിനായി ദേവീഭജനം നടത്തുക. ഭവനത്തിൽ ദേവീനാമജപം നടത്തുക. നാളിൽ ദേവീക്ഷേത്രത്തിൽ ജയദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക.